ഹലോ ഒരുപാട് നമസ്കാരം. ഞാൻ രാകേഷ് അമ്പാട്, നിങ്ങളുടെ സ്വന്തം ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. നമ്മൾ പലപ്പോഴും ഈ ലോ ഓഫ് അട്രാക്ഷനും അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനും പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വലിയൊരു തെറ്റുണ്ട്, അല്ലെങ്കിൽ വലിയൊരു മണ്ടത്തരമുണ്ട്. നമ്മളെപ്പോഴും നമ്മുടെ ടാർഗറ്റ് എപ്പോഴും വളരെ ഹൈ ആയിരിക്കും, ഹൈ ആയിട്ട് വെച്ചിട്ടുണ്ടാവും അല്ലേ. എനിക്ക് മാസം 10 ലക്ഷം രൂപ വരുമാനം വേണം, എനിക്കൊരു പോർഷെ കാറാണ് എനിക്ക് വേണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ ഡ്രീംസ് എപ്പോഴും വളരെ ഹൈ ആയിട്ട്, നമ്മുടെ ടാർഗറ്റ് വളരെ ഹൈ ആയിരിക്കും. എല്ലാവരും അങ്ങനെ ചെയ്യാം. എല്ലാവരും ഇപ്പോൾ സാധാരണ ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ആൾ ചിന്തിക്കുന്നത് എനിക്കൊരു 4000 സ്ക്വയർ ഫീറ്റ് എൻ്റെ ഒരു വീട് വെക്കണം, ആ വീട്ടിൽ ഞാൻ താമസിച്ചിരിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ അഫർമേഷൻസ് കറക്റ്റായിട്ട് എഴുതുന്നുണ്ട്. അതെല്ലാം സ്പെസിഫിക് ആയിട്ടും പ്രസൻറ്റൻസും എല്ലാം നമ്മൾ എഴുതുന്നുണ്ട്, വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും ആൾക്കാർ അവസാനം ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്താ നടക്കാത്തത്? ചെറിയ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, വലിയ കാര്യം ഇപ്പോൾ ഈ ഇതുപോലത്തെ വലിയ കാര്യങ്ങൾ എന്താ നടക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാവരും ചെയ്യുന്ന വലിയൊരു മണ്ടത്തരാണ്. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇപ്പോൾ സപ്പോസ് ഒരു 25,000 രൂപ മാസ വരുമാനമുള്ള ഒരാൾ എന്ന് വിചാരിക്കുക. അയാളുടെ ആഗ്രഹം 10 ലക്ഷം രൂപ മാസ വരുമാനം വേണമെന്ന് ആഗ്രഹിക്കണം എന്ന് നിങ്ങളും ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. ഈ 10 ലക്ഷം രൂപ മാസ വരുമാനം ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ആൾ, ഇപ്പോൾ 25,000 രൂപ മേടിക്കുന്ന ആൾ, അയാളുടെ ഉള്ളിലൊരു തോട്ട് ഉണ്ടാവും. 25,000 രൂപയാണ് ഇപ്പോൾ എൻ്റെ സാലറി അല്ലെങ്കിൽ എൻ്റെ വരുമാനം. അതെങ്ങനെ 10 ലക്ഷം രൂപ ആകും? എങ്ങനെ ആക്കാൻ പറ്റും? മുമ്പിൽ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? എങ്ങനെ എനിക്ക് അതിലേക്ക് എത്താൻ പറ്റുക? ഇത് നടക്കുമോ എന്നൊരു സാധനം, ഒരു ഡൗട്ട്, ഒരു ഫിയർ അയാളുടെ ഉള്ളിൽ ഉണ്ടാവും. ശരിയല്ലേ? ഇപ്പോൾ 25,000 രൂപയാണ്, 10 ലക്ഷം രൂപ എങ്ങനെ എത്താം? ഇത് തന്നെയാണ് കടമുള്ള ആൾ. 10 ലക്ഷം രൂപ കടമുള്ള ആളെന്ന് വിചാരിക്കുക. ആൾക്ക് മാസ വരുമാനം 50,000 രൂപ ഉണ്ടെന്ന്, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കും. അയാളുടെ വീട്ടു ചിലവും ലോണും ബാക്കിയെല്ലാം കഴിഞ്ഞ് നിസ്സാര പൈസ നീക്കിരിപ്പുള്ളൂ. ഈ മനുഷ്യൻ ഇരുന്ന് അഫർമേഷൻസ് ഒക്കെ ചൊല്ലുന്നുണ്ട്, 10 ലക്ഷം രൂപ ഞാൻ കടം വീട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സാമ്പത്തികം ഉയർന്നിരിക്കുന്നു, ഇതൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഇയാളുടെ ഉള്ളിൽ തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഈ വരുമാനം എനിക്ക് ബാക്കിയുള്ളൂ മാസം ചിലവെല്ലാം കഴിഞ്ഞിട്ട്, ഇതിൽ നിന്ന് എങ്ങനെ ഞാൻ 10 ലക്ഷം രൂപയിലേക്ക് അടയ്ക്കും? ഇതെങ്ങനെ എൻ്റെ കടം വീട്ടും? ഈ ഒരു സാധനം ഉള്ളിലുണ്ടാവും. ഇത് നമ്മൾ അറിയുപോലും ഉണ്ടാവില്ല. ഇതെല്ലാം സബ് കോൺഷ്യസ്ലി നമുക്ക് വരുന്ന തോട്ട്സാണ്. അപ്പോൾ ഈ സാധനം ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ഈ അഫർമേഷൻസും മെഡിറ്റേഷൻസും ബാക്കിയെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഡൗട്ട് അല്ലെങ്കിൽ ഈ ഒരു ഭയം, ഫിയറൊക്കെ നമ്മളുടെ ആ പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യും അറിയാതെ. അപ്പോൾ പലപ്പോഴും നമ്മൾ ബോധ മനസ്സോ നമ്മൾ ഇതൊക്കെ ചൊല്ലുന്നുണ്ടൊക്കെ ചെയ്യുന്നത്, ഇതെല്ലാം ചെയ്തിട്ട് ഒരു തരി പോലും മാറ്റം വരുന്നില്ല. പക്ഷേ നമുക്ക് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ഒരു സാധനം എന്താ അറിയില്ല. അപ്പോൾ പലപ്പോഴും ചെയ്യുന്ന വലിയൊരു തെറ്റെന്ന് പറയുന്ന സാധനം ഈ പ്രോസസ്സിനെ നമ്മൾ അൺകോൺഷ്യസിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത് കേൾക്കുന്ന നിങ്ങളും ഇതുപോലെ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കുക, ശരിയാണ് ഞാനും ചിന്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ചെറിയ മാറ്റം വരുത്തുക എന്നുള്ള ഈ പ്രോസസ്സിൽ വലിയൊരു മാറ്റം വരുത്താം. 25,000 രൂപ മാസം വരുമാനമുള്ള ആൾ ആദ്യം ചെയ്യേണ്ടത് 10 ലക്ഷം രൂപയിലേക്ക് ചാടുന്നതിന് പകരം ആദ്യം ചെയ്യേണ്ടത് 50,000 രൂപയിലേക്ക് എങ്ങനെ മാറാം. അടുത്തൊരു 3 മാസമുണ്ട്, 4 മാസമുണ്ട്, ഇപ്പോൾ 25,000 എങ്ങനെ 50,000ലേക്ക് മാറാം? അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട് കയ്യിൽ? എന്തൊക്കെ എക്സ്ട്രാ നമുക്ക് ജോലി പ്ലാൻ ചെയ്യാം? ആരുടെയൊക്കെ നമുക്ക് എക്സ്ട്രാ വരുമാനത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റും? എന്തൊക്കെ ചെയ്യേണ്ട സ്കില്ല് എന്താണ്? അപ്പോൾ അങ്ങനെയൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യാം. അങ്ങനെ 50 പയ്യെ അടുത്തൊരു 6 മാസം 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ. അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രോപ്പർ സിസ്റ്റമാറ്റിക്കൽ പ്ലാനിങ്ങിലൂടെ പോകുമ്പോൾ നമ്മുടെ അറിയാതെ ബോധ മനസ്സ് മെസ്സേജ് കൊടുക്കുന്നുണ്ടാവും. ആ ഒരു വിശ്വാസത്തിൻ്റെ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ടാവും, യെസ് ദിസ് ഈസ് ഹാപ്പനിങ്, ഇത് നടക്കാൻ പോണ സാധനമാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാധനം വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവസരങ്ങൾ ഓട്ടോമാറ്റിക് വരുന്നുണ്ടാവും. മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എല്ലാം നടക്കുന്നുണ്ട്. ഇതറിയാൻ വയ്യാത്ത ആൾക്കാരാണ്. ഈ പ്രോസസ്സ് ശരിയാവാത്തതുകൊണ്ടാണ് ഒരു 3 മാസം 6 മാസം നോക്കിയതിന് ശേഷം എന്തൊരു കോഴ്സ് ചെയ്തിട്ട് കുറ്റം പറയുന്നത് ഇത് നടക്കുന്ന കാര്യമില്ല, തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് ആൾക്കാർ. ഇത് പറയാൻ കാരണം ഈ പ്രോസസ്സ് മുഴുവൻ പൊട്ടത്തെറ്റാണ് ചെയ്യണേ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുന്നുണ്ടാവും, എല്ലാം കട്ടാക്കി പറ്റുന്നുണ്ടാവും. ഇതുപോലെ തന്നെയാണ് കടമുള്ള ആൾ, 10 ലക്ഷം രൂപ കടമുള്ള ആൾ, ഇപ്പോൾ മാസം 50,000 രൂപ 1 ലക്ഷം രൂപ വരുമാനം ഉള്ള ആൾ നീക്കിരിപ്പ് അത്രേ ഉള്ളൂ. ആ മനുഷ്യൻ ചിന്തിക്കേണ്ടത് ആദ്യം നമുക്ക് 10 ലക്ഷം രൂപ വീട്ടുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടത് ഈ 10 ലക്ഷം രൂപയിൽ ചെറുകിടക്കാർ 10,000-ൻ്റെയും 20,000-ൻ്റെയും 30,000-ൻ്റെ ഒക്കെ കൈക്കടം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആദ്യം നോട്ട് ചെയ്യുക. ഇമ്മീഡിയറ്റായിട്ട് കൊടുക്കേണ്ട കേസിൽ നോട്ട് ചെയ്യുക. ബാക്കി ബാങ്ക് ലോണും സ്വർണ്ണപ്പണയും അങ്ങനെയൊക്കെ കയ്യിലാതെ ഒന്ന് കുറച്ച് കഴിഞ്ഞ് അതിന് സമയമുണ്ടല്ലോ, കുറച്ച് മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മളൊരു പ്രോപ്പറായിട്ട് പ്ലാനിങ്ങിൽ പോകണമെന്നുണ്ടെങ്കിൽ കടമെല്ലാം വീട്ടിൽ സുഖകരമായിട്ട് നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ടാവും. ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഈ ഒരു സാധനം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ഇരിക്കുക, അതിനൊന്ന് 3 മാസമോ 6 മാസമോ 9 മാസം അങ്ങനെ ചെയ്യേണ്ട രീതിയിലേക്ക് ഒന്ന് പാറ്റേൺ സെറ്റ് ചെയ്യുക, ഇറങ്ങുക, എല്ലാ കാര്യം ശരിയാവുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ മണ്ടത്തരം ആവർത്തിക്കാതിരിക്കുക, ഭംഗിയായിട്ടുള്ള കാര്യം ജീവിതം നടക്കട്ടെ, വലിയ മാറ്റം സംഭവിക്കട്ടെ, ജീവിതം എല്ലാം അട്രാക്റ്റീവ് പെടട്ടെ. വീണ്ടും ബൈ.